എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ ചായക്കുള്ള കടി ഇഡ്ഡലിയും ചട്നിയാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവ് ഇന്നലെ തന്നെ നമ്മൾ അരച്ച് വെച്ചു. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് ഉപ്പിടണം. ഇന്നലെ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഉപ്പിട്ടു. പൊങ്ങി വരാൻ വേണ്ടി കുറച്ച് അപ്പസോഡ ഇടുകയാണ്. അപ്പസോഡ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മാവ് റെഡിയായി. വെള്ളം തിളച്ചിട്ട് നമുക്ക് മാവ് ഇതിൽ ഓരോന്നോരോന്ന് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്കിന് നമുക്ക് തേങ്ങ ചിരകി വെക്കാം. ചട്നിക്കുള്ള തേങ്ങ ചിരകാം. അപ്പോൾ ഒരു മുറി തേങ്ങ, അമ്പാടി നല്ല അറക്കത്തിലാണ് അമ്പാടി. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് വേണം. നമ്മൾ ഈ ജാറിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഡലിൻ്റെ വെള്ളം തിളയ്ക്കുമ്പോഴേക്കിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് വെക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയായി. നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു. അപ്പോൾ നമുക്ക് ഓരോ പാത്രത്തിലായിട്ട് നമുക്ക് എണ്ണ തേച്ച് കൊടുത്ത് അതേപോലെ എല്ലാത്തിലും കുറച്ച് നമുക്കതിൽ വെച്ച് വെക്കാം കേട്ടോ. നമുക്ക് അരച്ചെടുത്താലോ. നമ്മുടെ ഇഡ്ഡലി ഇതാ നല്ല പൂവ് പോലത്തെ ഇഡ്ഡലിയാണ്. നമ്മളെ തേങ്ങ ചട്നി, നമ്മളെ ഇഡ്ഡലി ഇവിടെ റെഡിയായി. ദേ എങ്ങനെയുണ്ട് അമ്പടി കുട്ടാ? ആണോ? എങ്ങനെയുണ്ടമ്മ? രസമുണ്ടോ? അപ്പോൾ നമ്മളെ ഇഡ്ഡലി ചട്നി ഇവിടെ. അപ്പോൾ ഉച്ചക്കത്തെ കറി വൻപയർ കറി, ചിക്കൻ വരട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൻപയർ ഉപ്പിട്ടോട് വേവിച്ച് വെച്ചതായിരുന്നു.
അപ്പോൾ മൺപയർക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ വെളുത്തുള്ളി വേണം, പച്ചമുളക്, കറിവേപ്പില, സവോള, പിന്നെ നമുക്ക് ഉപ്പ് വേണം, കുറച്ച് ഓയിൽ കേട്ടോ, പിന്നെ മല്ലിപ്പൊടി, എന്താണ് പെരിഞ്ചീരകം പൊടിച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ അരച്ച ടീസ്പൂണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടി കുറച്ച് എണ്ണ മതി കേട്ടോ, വളരെ കുറച്ച് മതി. അപ്പോൾ ഒന്ന് എല്ലാ എണ്ണ കൂട്ടാൻ പറ്റും, ചൂടായിട്ട് വരുമ്പോൾ എല്ലാ കൂട്ടാൻ പറ്റും. ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി നമ്മൾ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഗ്യാസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി, നമ്മൾ സവോള അങ്ങനെ ഇട്ട് കൊടുക്കാം. സവോളയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നു. അപ്പോൾ നമ്മൾ അവിടെ പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം, മല്ലിപ്പൊടി, ഇത് നമ്മുടെ വേവിച്ച് വെച്ച മൺപയർ ഇട്ട് കൊടുക്കാം. ഒരുപാട് കറിയൊന്നുമില്ല, ഒരു കുറഞ്ഞ കുറച്ച് ഉപ്പിട്ടു. അല്പം ഉപ്പിട്ട് കൊടുക്കാം. കറി ഇതാ ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ചിക്കൻ കറി ഇവിടെ സെറ്റായി. നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇവിടെ റെഡി. നമ്മുടെ മൺപയർ കറി ഇവിടെ റെഡിയായി. അതോടൊപ്പം നമ്മുടെ ചിക്കൻ ഇതാ, ചിക്കൻ ഇതേപോലെ മസാല ഇട്ട് വെച്ചിട്ടാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ നമുക്ക് തിന്നാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി, ഗ്രേവി പോലെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. നമ്മളെ മൺപയർ കറിയാക്കിയിട്ടാണ് വെച്ചത്. അപ്പം നമുക്ക് ചോറിനല്ലേ അമ്മ? ചോറിന് എന്നാ ചോറിന നടക്കും. ചോറ് തിന്നെയാണ്. ചോറ് തിന്നാൻ കുറച്ച് നേരം വഴുകി. അപ്പോൾ ചോറിനാണ് എന്താ മൺപയറും ചിക്കൻ കറിയും കുറച്ച് അച്ചാറും ഉണ്ട്. നല്ല മാങ്ങ അച്ചാറാണ്. ഒക്കെ കുട്ടികൾ ചോറിനാണ്. അമ്പാടി സ്കൂളിൽ പോയതാണ്. ഞാനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ നല്ല മഴയാണ്. അപ്പം മഴയൊക്കെ ഒന്ന് തോർന്ന് ഇതായി. അപ്പം ഞങ്ങൾ ചോറ് തിന്നട്ടെ. അടിപൊളിയാണ് ചിക്കൻ കറിയൊക്കെ. അല്ല, നമുക്ക് ഇഷ്ടമായോ ചിക്കൻ കറി? രസമുണ്ടല്ലേ? അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. ചോറൊക്കെ തിന്ന് ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ
കളിക്കാൻ പോയതാണ്. ഇപ്പം മഴയൊന്നുമില്ല. നേരത്തെ നല്ല മഴയായിരുന്നു. അമ്പാടി സ്കൂളിൽ പോയതാണ്. 3 മണിയാകുമ്പോൾ അമ്പാടി വരും. ഇന്ന് പ്രത്യേകിച്ച് ചായക്ക് കടി ഞാനൊന്നും ഉണ്ടാക്കണില്ല. ചോറോ അല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. മഴ പെയ്തപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലൊരു ചൂട് ചായ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. നല്ലൊരു ചൂട് ചായ കുടിക്കുകയെന്ന് കണ്ടില്ലേ. നല്ല ചൂട് ചായ. കടിയൊന്നുമില്ല. ചോറ് കുറച്ച് നേരത്തെ തിന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പാടീനെ കൊണ്ടുവരാനായിട്ടില്ല. 3 മണിയാകുമ്പോഴേ അമ്പാടീനെ കൊണ്ടുവരാൻ പോവുള്ളൂ. നല്ലൊരു മഴ പെയ്തപ്പോൾ വല്ലാത്തൊരു സുഖം. മഴയൊക്കെ പെയ്ത് ഇപ്പോൾ ഒന്ന് തോർന്നു. അടുത്ത നേരം മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. നല്ല മൂടിയിട്ടുണ്ട് മഴക്കാറൊക്കെ. അപ്പോൾ ചായ കുടിക്കുക. അപ്പോൾ അമ്പാടീനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അമ്മ പെൻഷത്തിന് വേണ്ടി പോവുകയാണ്. അമ്മയ്ക്ക് വിധവാ പെൻഷൻ ഉണ്ട്. അപ്പോൾ ആ പെൻഷൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളിപ്പോൾ വരും. അപ്പോൾ അമ്മ അങ്ങാടിക്ക് പോവുകയാണ്. ഞാൻ അവിടുന്ന് അമ്പാടിക്കുട്ടനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോവും. നേരെ അപ്പോൾ വരാം കേട്ടോ. ഇതമ്മ വന്നു. മേലൊക്കെ കഴിച്ച് ഞാനും കഴുകി ചായ കുടിച്ചു. അമ്പാടി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്പാടി ഇതാ എന്തോ കിക്കാറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം അമ്മ അവിടുന്ന് വാങ്ങിച്ചു കൊടുത്തു. അത് തിന്നിങ്ങനെ നിൽക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഇത് തിന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അത് വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോറ് കൊടുക്കും. അപ്പോൾ അമ്മ പെൻഷൻ മേടിക്കാൻ വേണ്ടി പോയതാണ്, വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് അവൻ പോയപ്പോൾ യൂണിഫോം ആയിരുന്നു. ബുധനാഴ്ച ദിവസം മാത്രം കളറാണ്. അപ്പോൾ നാളെ കാണിക്കാം. യൂണിഫോം ഇട്ട വീഡിയോ നാളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.